മലയാളക്കരയുടെ മനസ്സു കീഴടക്കിയ ചലച്ചിത്ര രസാനുഭവം. ജയറാം, ജഗതി, സിദ്ദിഖ്, ഇന്ദ്രൻസ് കൂട്ടുകെട്ടിൽ അയലത്തെ അദ്ദേഹം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ടോം ആൻഡ് ജെറി ഉണ്ടോ? ടോമും ജെറിയും പുറത്തു പോയിരിക്കാണല്ലോ. മിസ്റ്റർ അബു. യെസ്, ഐ ആം കമ്മിങ്. അവരാരാടാ കൊണ്ടുപോയത്? ആ പുന്നൂരാസാന്റെ വീട്ടിലെ തടിച്ച മാഡം. മിസ്സസ് പുന്നൂരാന്റെ വീട്ടിലാ. ഇന്ന് തന്നെ ഞാൻ അവരെ ഇവിടെ വിളിച്ചോണ്ട് നിർത്താം. ഒരു 7 മണിക്ക് വന്നാ ടോമിനെയും ജെറിയെയും കൂട്ടിക്കൊണ്ടുപോവാ അല്ലേ? വേറേത് കാത്തിട്ടുണ്ട്? എങ്ങനെ ഉണ്ടാശാന്? അയൽവാസി, ഒരു ദരിദ്രവാസി. TP ബാലഗോപാലൻ എമ്മേ. അരപ്പട്ടേട്ടി ഗ്രാമത്തിൽ. അവളല്പം വൈകിപ്പോയി. ആദ്യ രാത്രിക്ക് മുമ്പ് നക്ഷത്രങ്ങൾ മണിച്ചപ്പ് തുറന്നപ്പോ സൗന്ദര്യപ്പണക്കം ഇഷ്ടമാണ്. പക്ഷേ പോസ്റ്റ്മാനെ കാണാനില്ല. കണ്ടവരുണ്ടോ? അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സുനിൽ, വയസ്സ് 20. അതോ ലോകം? മുത്താരം കുന്ന് പീവോ. തമ്മിൽ ഒന്നും മിണ്ടാത്ത ഭാര്യ. വ്യാമോഹം. അച്ചുവേട്ടന്റെ വീട്. വിൽക്കാനുള്ള സ്വപ്നങ്ങൾ. കാണാൻ മറയത്ത് അവളുടെ രാവുകൾ. ഒടുവിൽ കിട്ടിയ വാർത്ത. 6-ാം വാർഡിൽ ആഭ്യന്തര കലകം. എല്ലാം ന്യൂ അറൈവൽസ് ആണ്. ജാക്കിച്ചാന്റെ കാസറ്റുണ്ടോ? ജാക്കി അച്ചായം കരാട്ടെ കാണിച്ച് ടേപ്പ് എല്ലാം പൊട്ടിയിരിക്കുക. പുതിയതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, തരാം. ഞങ്ങൾ 7 മണിക്ക് വരാം. ടോം ആൻഡ് ജെറി എടുത്തു വെച്ചേക്കണം. ഓക്കേ. ഇന്നിപ്പോ എത്ര മണിക്ക് അടയ്ക്കും? ഇന്നെന്താ പതിവില്ലാത്തൊരു ചോദ്യം? പതിവ് പോലെ കൃത്യം 9 മണിക്ക്. ഒരു 200 രൂപയും തന്നെ എന്നെ ഒത്തിരി നേരത്തെ വിട്ടേക്കണം. എന്നാത്തിനാ? പാൻറ് വയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. നിനക്ക് പാന്റ് തയ്ക്കുന്നതിന് എന്റെ കാശോ? വെറുതെ വേണ്ട, ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ശമ്പളത്തിന് ഇരിക്കുന്ന പിടി എന്നെ. അയ്യോ, പാന്റ് ഇട്ടാലും മതി. കസ്റ്റമേഴ്സ് വരുന്നു. കാസറ്റ് എടുക്കാൻ. റെസ്പെക്ട്. കം ഇൻ പ്ലീസ്. വരൂ. കാസറ്റുകളെല്ലാം നന്നായിട്ട് ഓടിയില്ലേ? ട്രബിളൊന്നും ഇല്ലല്ലോ? ഇല്ല. മാഡം, പഴയ സിനിമയുടെ പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ? ഒരു 1/2 ഡസൻ എടുക്കട്ടെ? ഒക്കെ തല്ലിപ്പൊളി പടങ്ങളായിരിക്കും. അയ്യോ അല്ല, എല്ലാം നല്ല സ്റ്റോറിയുള്ള കഥകളാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കാം. സന്ധ്യ മയങ്ങും നേരം ആരോരും അറിയാതെ 2 പെൺകുട്ടികൾ നോക്കത്താ ദൂരത്തെ കണ്ണും നട്ട് ഒരു നോക്ക് കാണാൻ ഒന്നിങ്ങ് വന്നെങ്കിൽ ചക്കരയുമ്പ. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് കള്ളൻ പവിത്താൻ. ചാണ്ടിക്കുഞ്ഞിന്റെ സ്റ്റെപ്പിനി ആള് മോശമല്ലല്ലോ. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നീ. കള്ളം പവിത്രം എടുത്തോളൂ, ഞാനത് കണ്ടിട്ടില്ല. കള്ളം പവിത്രനെ ഞാൻ തരാം. പറയാ കാണാമറയത്ത് കള്ളിച്ചെല്ലാം. രാജീവ് സാറിന്റെ മാഡത്തിനൊന്നും വേണ്ടേ? ഇന്ന് വേണ്ട. ദീപുവിന്റെ ഡാഡി സ്ഥലത്തില്ല, അദ്ദേഹം വന്നിട്ട് എടുത്തോളാം. ഞാനും രാജീവ് സാറിനെ കാണാതിരിക്കുക. ഒരു ഫിലിം സ്റ്റാറിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് സാർ ഏറ്റിട്ടുണ്ട്. ഉറൂശി കിട്ടുമോ? എന്തിനാ? ന്യൂ ഇയർ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഞാൻ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന അതിന്റെ ക്രെഡിറ്റ് ചാൻഡീസ് വീഡിയോസിനും കൂടി ഉണ്ടാകുമല്ലോ. ഞാൻ പറയാം. താങ്ക് യു. ഇന്ന് ആരും വരുന്നില്ലല്ലോ ചേട്ടാ, നമുക്ക് അടച്ചിട്ട് പോകാം. തുണി വല്ലതും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടോ? എടുക്കടോ. ഹലോ, ചണ്ടീസ് വീഡിയോ. അയ്യോ, മാഡത്തിന് ഏത് കാസറ്റാണ് വേണ്ടത്? ഇപ്പൊ കൊണ്ടുവരാം. മിസ്സിസ് മാലതി സുകുമാരന് ആദാമിന്റെ വാരിയല് വേണമെന്ന് കൊണ്ട് കൊടുത്തിട്ട് അതുവഴി ഞാൻ വീട്ടിൽ പോകും. മെമ്പേഴ്സിനോട് പൊളൈറ്റ്നെസ് നല്ലതാണ്, പക്ഷെ ലൈബ്രറിയുടെ പേര് മാറ്റരുത്. ചാണ്ടീസ് വീഡിയോസ് അല്ല. ബോത്ത് ആർ മാത്തമാറ്റിക്സ്, 2 കണക്ക് തന്നെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. 200 രൂപ കൂടി വേണം. മിസ്സിസ് സുകുമാരൻ വാരിയലിന്റെ കൂടെ 200 രൂപയും കൂടി ചോദിച്ചോ? രൂപ എനിക്കാ. ഒരു ജോഡി ഷൂ മേടിക്കണം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആരുടെ ശമ്പളത്തിൽ നിന്ന്? എന്റെ ശമ്പളത്തിൽ നിന്ന്. നിനക്ക് എത്ര രൂപ ശമ്പളം? 150. ഈ മാസം എത്ര രൂപ പറ്റുണ്ട്? 350. അത് പിടിച്ചിട്ട് ബാക്കി ആലോചിക്കാം. വീഡിയോ ലൈബ്രറി സ്റ്റാഫിന്റെ കടങ്ങളൊക്കെ എഴുതി തള്ളാൻ സർക്കാർ എപ്പോഴാ പറയുന്നത് അറിയാൻ മേല. ചൂടായിരിക്കണം. ട്രബിളൊന്നും ഇല്ലല്ലോ, നല്ലപോലെ ഓടിയില്ലേ? ഇങ്ങനെ പോയാൽ ട്രബിൾ ഉണ്ടാകും, താൻ ഓടേണ്ടി വരും. എന്താ സാർ, വല്ല ജമ്പോ ജെർക്കോ അല്ലോ? നിങ്ങളെ ഏത് കാസറ്റാ തന്നത്? ശ്രീകൃഷ്ണലീല. ഇത് മറ്റവനാ. മറ്റവനോ? എന്താ അറിയാൻ വയ്യാത്ത പോലെ? നല്ലൊരു അഷ്ടമരോഹിണിയായിട്ട് കുടുംബത്തോടെ ഇരുന്ന് കാണാമെന്ന് വെച്ചെടുത്തതാ. കണ്ടതുമില്ല, മാനവും പോയി. ഇനി അമ്മായിയമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യോ, നോക്കാൻ വയ്യാത്ത വിധത്തിൽ അമ്മായിയമ്മയുടെ മുഖത്തിന് എന്തോ പറ്റി സാർ? എടോ, ഇത് ബ്ലൂവാ. ശ്രീകൃഷ്ണലീല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ? അതെ. പിന്നെ അതെങ്ങനെ ബ്ലൂ ആയി?
ബ്ലൂ ലഗൂണിന്റെ അടുത്ത വെച്ചിരുന്നത് അതൊന്ന് പറന്നായിരിക്കും. ആ അത് ശരിയാ, മാഗ്നറ്റിക് ടേപ്പ് അല്ലേ, അങ്ങനെ സംഭവിക്കാം. കിടന്ന് ഉരുളാൻ നോക്കണ്ട, രണ്ടിനെ ഞാൻ അകത്താക്കും. റെസിഡൻഷ്യൽ കോളനിയിലെ തന്റെ ഈ തോന്നിയാസം. എന്താ ജോസഫ് സാറേ പ്രശ്നം? പുരാണ സിനിമയുടെ കാസറ്റ് എന്നും പറഞ്ഞ് തന്നത് വൃത്തികെട്ട കാസറ്റാ. അത് ചോദിച്ചപ്പോ രണ്ടും കൂടി എന്നെ ഊശിയാക്കുക. പോലീസ് വന്ന് ചോദിക്കുമ്പോ സമാധാനം പറയുമെന്ന് നോക്കാലോ. ജോസഫ് സാർ, അല്ല ജോസഫ് സാർ പ്ലീസ്. എന്താടോ ചാണ്ടി ഇത്? ഈ മരങ്ങോടൻ എടുത്തു കൊടുത്താ. എന്താടോ മരങ്ങോടായത്? അവറ് മാറിപ്പോയതാ. ഓ കൃഷ്ണലീലയല്ലേ, ഹദീശാല നീല കലർന്നു എന്ന് വെച്ച് അയാളെത്ര ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണം. സാർ അയാളോട് ഒന്ന് പറയണം, പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. പോലീസുകാർ ഇതിനകത്ത് കയറിയ പിന്നെ ചെലവാ. സാർ പറഞ്ഞ അയാൾ കേൾക്കും. ഞാൻ പറഞ്ഞു നോക്കാം. ഇൻസ്പെക്ടർ ബലറാമുണ്ടോ? നോക്കി നിൽക്കാതെ എടുത്തു കൊടുക്കണോ? ഓ ജോസഫ് സാറിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റണ്ട. ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാരും കൂടി ഇരുന്ന് കാണാം അല്ലേ? ചോർ 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 ഓടി വരണേ, ചോർ ചോർ. ഞാൻ ചോദിച്ചിട്ട് ഇയാൾ ഒന്നും പറയുന്നില്ല. ഇയാൾ നിന്ന് കിടക്കാതെ പെട്ടെന്ന് കാര്യം എന്താണെന്ന് പറ. പെട്ടെന്ന് പറയാൻ വേണ്ടിയല്ലേ ഞാൻ സ്പീഡ് കിടക്കുന്നത്. താനൊന്ന് പറഞ്ഞു തൊലച്ചിട്ട് എവിടെങ്കിലും പോയിന്ന് കിതയ്ക്ക്. ചോർ മജായ ചോർ. അതെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ അറിയാം. ഒരു മുഴുത്ത കള്ളനെ ആ മതിൽ അടിക്കണം. ഏത് മുതല്? ബാങ്കിന്റെ ഭാഗത്തേക്ക് പോയി എന്താ? ബാങ്കിന്റെ മതിലോ? അല്ല, ബാങ്കിന്റെ അപ്പുറത്തെ മതിലുള്ള വീടിന്റെ മതില്. അല്ല, HMT ജോലിയുള്ള മേനൻ സാറിന്റെ മതില്. എന്നിട്ട് എങ്ങോട്ട് പോയി? മിർച്ചി മസാല ഞാൻ കണ്ടില്ല. കിന്തു ബീസാൽ ബാദ് കുറെ ദൂരം ഞാൻ അവന്റെ പിന്നാലെ ഓടി. പരന്തു ഞാൻ അടുത്തിൽ നേരം നിൽക്കാനുള്ള ക്ഷമ അവൻ കാണിച്ചില്ല. ഈ ശാന്തിനഗറിൽ മാത്രമാണ് കള്ളന്മാരുടെ ശല്യം ഇല്ലായിരുന്നത്. ഇവിടുത്തെ കൂർക്ക അച്യുതൻ സിംഗ് ആണെന്ന് കള്ളന്മാർ അറിഞ്ഞു കാണുമെന്ന്. തുണിയൊന്നും പുറത്ത് കിടപ്പില്ലല്ലോ. ഇല്ല, ഞാനെല്ലാം നേരത്തെ എടുത്തിട്ടു. മോളിയുടെ വീട്ടിൽ ടെറസിൽ നനച്ചിട്ടുന്ന തുണി മിനിഞ്ഞാന്ന് കള്ളം കൊണ്ടുപോയത്രേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. തന്നെ അറിയിച്ചിട്ടല്ലേ കള്ളം മോഷ്ടിക്കാൻ വരുന്നത്. ഏതായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഉഷ്ണാലമായതുകൊണ്ട് ആരും വിൻഡോ ഒന്നും തുറന്നിട്ട് കിടക്കണ്ട. ഇപ്പോഴിവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഫിറോസ് എന്റെ ഫ്രണ്ടാ. ശാന്തിനഗറിൽ ഒരു കണ്ണ് വേണമെന്ന് ഞാൻ അവനോട് പറയാം. ഒക്കുമെങ്കിൽ 2 പോലീസുകാരെ നൈറ്റ് പെട്രോളിന് അയക്കാൻ പറയാം. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ആവശ്യമുണ്ടോ സാർ? താൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്റെ ആവശ്യം. ഗോൾഡും വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സും ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്ന സേഫ്. ഈ ശിവംപിള്ള സാറിനെ പോലെ ഇത്രയും പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ടില്ലേ അർദ്ധരാത്രിയിലും ക്യാൻവാസിംഗ്. അതെങ്ങനെ? ഇതല്ലേ നമ്മുടെ കൂർക്ക. ആ, ഇനി എല്ലാരും പോയി ചന്ത ഉറപ്പിച്ചില്ലേ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. കള്ളവരാണ് ഞാൻ വിളിച്ചോളാം. ഇടോ, ഞങ്ങളുടെ ഉറക്കം കെടുത്താനാണോ തനിക്ക് ശമ്പളം തരുന്നത്? എന്നാ ഇന്ന് ഉറങ്ങുന്നില്ല. സാർ, ഗുഡ് നൈറ്റ്. നൈറ്റ്. രാധികയുടെ അദ്ദേഹത്തിന് നല്ല ഹ്യൂമർ സെൻസാ. ആ കൊച്ചൻ നല്ല മിടുക്കന്. എനിക്ക് അയാൾ ഒരു മഹാബോറനായിട്ടാ തോന്നിയത്. ആളുകളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വരുത്തിക്കൂട്ടിയൊരു സംസാരവും അത് കേട്ട് ചിരിക്കാൻ കുറെ പേരും. എല്ലാരും നിന്നെ പോലെ ആയാലും അങ്ങനെയാടാ പ്രേമ. ഈ വീടിന്റെ മുമ്പിൽ ഈ കണ്ട ജനം അത്രയും കൂടിയിട്ട് നീ കമാന്ന രക്ഷയും മിണ്ടിയോ? എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. അമ്മയും മരുമോളും കൂടി കുറച്ച് കോമഡി എഴുതിത്താ. ഞാനത് പബ്ലിക്കിന് മുമ്പ് പറഞ്ഞിട്ട് ഹോ ഹോന്ന് ചിരിക്കാം. അയ്യ, തമാശ പറയുന്ന ആള്. തമാശ പറഞ്ഞില്ലേലും വേണ്ടില്ല, വലിയ സീരിയസ് ആകാതിരുന്നാ മതിയായിരുന്നു എന്റെ ദുശാസന. ബാബു, മറ്റേ കാസറ്റൊക്കെ എടുത്ത് മാറ്റിക്കോ. നമസ്കാരം സാർ. താനാണോ ചാണ്ടീസ് വീഡിയോസിന്റെ ഉടമ ചാണ്ടിക്കുഞ്ഞ്? അതെ. കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ സംഭവിച്ചത്? കുമാര സംഭവം അല്ല, ഭക്തപൂജാല. സോറി, ശ്രീകൃഷ്ണലീലയിൽ ശകലം നീല അബദ്ധം പറ്റിയതാ. എടോ, തന്റെ കാസറ്റിൽ നീലമോ കര പറ്റിയെങ്കിൽ അതറിയേണ്ട കാര്യം പോലീസില്ല, മനസ്സിലായോ? ഹോം മിനിസ്റ്ററുടെ PS-ന്റെ മകളും കൂട്ടുകാരും കഴിഞ്ഞ ദിവസം കാസറ്റ് എടുക്കാൻ വന്നപ്പോ ഏതോ പൂവാലന്മാരോട് ഒന്ന് ശല്യം ചെയ്യുമെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആരാവന്മാര്? ഇപ്പോഴാ പിടി കിട്ടിയത്. എങ്കിൽ പേര് വിലാസം പറഞ്ഞോളൂ. സി ചാണ്ടിക്കുഞ്ഞ് അഥവാ ചാക്കുണ്ണി ചാണ്ടിക്കുഞ്ഞ്, G20 ശാന്തിനഗർ. തന്റെ വിലാസം അല്ല ചോദിച്ചത്, അവന്മാരുടെ വിലാസം. അവന്മാരുടെ എനിക്കറിയില്ല സാർ. പിന്നെ തനിക്ക് പിടികിട്ടിയെന്ന് പറഞ്ഞതോ? സാർ ഇവിടെ വന്നത് എന്തിനാണെന്ന് പിടികിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ശാന്തിനഗർ അസോസിയേഷന്റെ സെക്രട്ടറി താനല്ലേ? അതെ. എന്നിട്ട് തനിക്ക് അവരെ അറിയില്ല? അവന്മാരെ ഞാൻ ഈ കോളനി കണ്ടിട്ടേ ഇല്ല. ഒരുത്തനെ മാത്രം പഴയ സിനിമ പോലെ നേരിയ ഒരു ഓർമ്മ. ഏത് വീട്ടിലേണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അവന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയിക്കാം. പരസ്പര വിരുദ്ധമായ മറുപടി പറയണ്ടെന്ന് കരുതിയാ ഞാൻ ഒളിച്ചത്. അല്ലേലും നീ ഒരു മുതലാളി വിരുദ്ധനാണ്. സുധി വന്നിട്ട്
പ്രേമേട്ടൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. കാണാൻ കൊത്തിയാവുക. ഒന്ന് വിളിക്കാവനെ. കളിയാക്കാതെ പ്രേമേട്ടാ. അവനെ ഒന്ന് കാണണം. വല്ലാതെ കോലം കെട്ടുപോയി. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോകുമ്പോ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോസ്റ്റലിലെ ഭക്ഷണമല്ലേ. അച്ഛനെങ്ങാനും ഈ കോലത്തിൽ കണ്ട രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടാവാൻ അത് മതി. സ്വന്തം മകൻ മെലിഞ്ഞത് കണ്ടിട്ട് ലോകത്ത് ഇതുവരെ ഒരച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല. വാടക വീട്ടിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലേ അവനെ ഹോസ്റ്റലിലാക്കിയത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ താമസമാക്കിയിട്ടും ഇവിടെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞ അച്ഛൻ എന്ത് വിചാരിക്കും? മകനെ കൂടെ നിർത്തി മകളുടെ ജീവിതം തുലയ്ക്കാൻ മാളിക വീട്ടിൽ മാധവൻ പിള്ള തുനിയില്ല. പെങ്ങളെ അളിയനെയും കാണാൻ എല്ലാ ആഴ്ചയും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അത് പോരെ?